ജനശക്തി RSS എന്ന് പറയുന്നു, അവര് ഭയങ്കരമായി ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെ പണിയെടുക്കാൻ ആളുണ്ടായിട്ട് പോലും ഈ പറയുന്ന പോലെ AAP എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഇതുപോലെ ഉപരിവർഗത്തിൽ. അയ്യപ്പേട്ടാ, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. 5-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. അപ്പോൾ ഭാജപ സർക്കാർ ചാഹിയെ എന്നുള്ളതാണ് BJP പറയുന്നത്. അതായത് BJP സർക്കാർ വേണമെന്നുള്ളത്. പക്ഷേ തിരിച്ച് AAP പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് മുഫ്ത് സുവിധായെ ബന്ദ് കർണേവാല അസുർ, അതായത് സൗജന്യം തടയുന്ന അസുരൻ. എന്നിട്ട് വെച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് അമിത്ഷായുടേതാണ്. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം ഈ 2 ദിവസങ്ങളിലായിട്ട് ഡൽഹിക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 തവണ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും BJPക്ക് ഡൽഹി പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ BJPക്ക് ഡൽഹി പിടിക്കാൻ സാധിക്കുമോ? അതായത് 2014 മോദി ഉഗ്രപ്രതാപിയായിട്ട് നമ്മുടെ BJP ഭരണത്തിൽ വരുമ്പോൾ 2015 അന്നുവരെ ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയെ AAP ഡൽഹി പിടിക്കുന്നു. കോൺഗ്രസ് നീണ്ട 10 കൊല്ലം ഷീലാ ദീക്ഷിത് എന്ന മുഖ്യമന്ത്രി ഭരിച്ച് ഡൽഹി ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് അങ്ങനെ ഇതുവരെ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയമില്ലാത്തൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഡൽഹി പിടിക്കുകയാണ്. അത് 2015 കഥ. അതായത് അന്ന് 67 സീറ്റോടെയാണ് AAP എന്ന ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരുന്നത്. രണ്ടാമത് വീണ്ടും 2020 നരേന്ദ്രമോദി ജയിക്കുമ്പോഴും BJP അതായത് ഇന്ത്യ ഭരിക്കുമ്പോൾ തലസ്ഥാനം വീണ്ടും അവരെ BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അന്ന് 62 സീറ്റോടുകൂടി AAP വീണ്ടും വന്നു. അതെ അതെ. അതിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ 2025 നമ്മൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ എന്ന് തന്നെയാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റ് ഡൽഹിയിലെ പത്രപ്രവർത്തകരും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില ജ്യേഷ്ഠന്മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് AAPക്ക് ഇപ്പോഴും അടിസ്ഥാന വർഗത്തിൽ വളരെ സ്വാധീനം ഉണ്ട് ഡൽഹിയിൽ. BJPക്ക് സീറ്റ് കിട്ടും, സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 20 സീറ്റ് വരെ BJP നേടിയേക്കും. പക്ഷെ ഹരിയാനയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഹരിയാനയിൽ കോൺഗ്രസ് അവസാന നിമിഷം വരെ കോൺഗ്രസ് വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ ഉണ്ടായതുപോലെ ഒരു വിജയം BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാര്യം AAPയിൽ ഒരു കേഡർ സംവിധാനം ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. AAPയിൽ ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ BJPക്ക് പിന്നെ ഈ പറയുന്ന അടിസ്ഥാന വർഗങ്ങളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മറിച്ച് കോൺഗ്രസിനൂടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ഈ പറയുന്ന 70 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവരുടെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് AAP. AAPക്ക് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. അപ്പോൾ ആ ഭരണമുള്ള AAPയെ ഡൽഹിയിൽ ഇവിടെ ഒരു മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് AAP 70 സീറ്റിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിക്കുന്നു, BJP 70 സീറ്റിൽ മത്സരിക്കുന്നു. ത്രികോണ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ പിന്നെ വിള്ളൽ ഉണ്ടാകും. അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ AAP ജയിച്ചാലും AAP ഭരണത്തിലേക്ക് വന്നില്ല എങ്കിലും ഇന്ത്യ മുന്നണിയിൽ മറ്റൊരു കൂറുമുന്നണി ഉണ്ടാകാൻ, കൂറുമുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു കൂട്ടം പേര് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന പോലെ ഈ BJPയുടെ കാര്യം പറയുമ്പോഴേ ഈ AAPക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയ ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. മദ്യനയ അഴിമതി കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നു. ഇപ്പോഴും പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ, അതായത് മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഉൾപ്പെടെ ഉള്ളവർ തന്നെ വീണ്ടും ഉപമുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു വാഗ്ദാനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് മനീഷ് സിസോദിയ ഉൾപ്പെടെ ഇപ്പോഴും കെജ്രിവാള് ആര് പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിന്ന് നയിക്കുന്നെങ്കിലും ആരാണ് പ്രധാനമന്ത്രിയാകുമെന്ന് ഇതുവരെ AAP പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഡൽഹി ആരാണ് പിന്നെ മുഖ്യമന്ത്രി ആകുക ആരാകുക എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ
അവർ നിർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ എന്താ പറയാ മനീഷ് സിസോദിയല്ല. മനീഷ് സിസോദിയെ ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. മനീഷ് സിസോദിയ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വലം കൈ തന്നെയാണ്. ഇപ്പോൾ താൽക്കാലിക മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് അതിഷി മർലേനയാണ്. അതിഷി മർലേനയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അവിടെ വരുന്നുണ്ട്. അവർ പക്ഷെ പറയുന്നുണ്ട്, എനിക്ക് താൽക്കാലിക മുഖ്യമന്ത്രി പദം മാത്രമേ ഉള്ളൂ, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ നിർത്തുന്നത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ്. അതായത് പറയുന്നില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ മറ്റൊരാളും പറയാനുള്ളതില്ല. അതെ, അല്ലെങ്കിൽ പിന്നെ അവർ പറയണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആള് എന്നുള്ള രീതിയിലേക്ക് വരണം. അതിനിടെയാണ് അതിന് മുൻപ് അവിടെ വേറെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്വാതി മാലിവാളിന്റെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയെ കേജ്രിവാളിന്റെ PA തല്ലിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെയുണ്ട്. അതിനിടയിൽ കേഡർ സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോഴും 7 MLA-മാരാണ് ഇക്കഴിഞ്ഞ ദിവസം AAP-യിൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും ഈ പറയുന്ന രീതിയിൽ ഒരു അച്ചടക്കത്തിൽ പോകാനുള്ള സ്ഥിതി ഇപ്പോൾ AAP-യിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഡൽഹിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഈ പറയുന്ന രാഷ്ട്രീയം ഇത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നതാണ്. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ 7 MLA-മാർ പോയി, നമ്മളിപ്പോൾ പറഞ്ഞ അതിഷി മെർലിന, ഇങ്ങനെയൊക്കെയുള്ള സൊസോദിയ, ഇങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇതൊന്നും അടിസ്ഥാന വർഗത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അടിസ്ഥാന വർഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ 3 രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥികളെയും ഈ ഭരണത്തെയും നേടുമ്പോഴത്തേ അവർ ഒരുപാട് എന്താ പറയുക സൗജന്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതാണ് ഞാൻ 3 പേരെയും പറഞ്ഞത്. ഈ 3 പേരും പറഞ്ഞിട്ടുണ്ട് എങ്കിലും കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാള് ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് ഇളവുകളുണ്ട്. വൈദ്യുതി ഇളവുണ്ടായിട്ടുണ്ട്, വെള്ളത്തിന്റെ, അതായത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നീണ്ട 10 വർഷം ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശരിയാണ്. എങ്കിലും ഇപ്പോൾ പ്രജിത പറഞ്ഞതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ടില്ല. അവിടുത്തെ താഴെത്തട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇന്നും കെജ്രിവാൾ തന്നെയാണ് അവരുടെ നേതാവ് എന്നുള്ളതാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരിലും അല്ലാതെയുള്ള ആയിരിക്കും. പക്ഷേ അതായത് ഒരു 10 വർഷം നീണ്ട ഭരണ ചരിത്രമുണ്ടല്ലോ. ഈ 10 വർഷത്തിനിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് നമുക്കിവിടെ കേരളത്തിലെ കാര്യം തന്നെ അറിയാം. രണ്ടാമത് ഭരണം വരുമ്പോഴേക്കും അതായത് കയ്യിലിരിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഏതാണ്ട് മനസ്സിലാകുന്ന ഒരു സാഹചര്യം. അത്രയൊന്നും നശിച്ചൊന്നും പോയില്ല. അത്രത്തോളം അവർക്ക് ഈ പറയുന്ന മദ്യ നയത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി എന്നുള്ളത് ശരിയാണ്, എല്ലാം ശരിയാണെങ്കിലും കേരളത്തിലുണ്ടായിരിക്കുന്ന പോലെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. നയത്തിൽ വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പരിക്കില്ല എന്ന് പറയുന്നത് വേറൊരു സംഗതി ഇതിനകത്തുണ്ട്. BJP നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ BJP-ക്ക് അരവിന്ദ് കെജ്രിവാളിനെ കരുതേച്ച് കാണിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അത് സത്യമാണ്. BJP-ക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് ശരിവെക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് എതിർക്കുന്ന എല്ലാവരെയും, എതിർ പാർട്ടികളുള്ള എടുത്തെല്ലാം ഒരു കാരണവുമില്ലാതെ ED-യോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഇറങ്ങി ചെല്ലുകയും ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുമോ? ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും ഞാൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ പറയട്ടെ, എങ്ങനെയായാലും എതിർ പാർട്ടികൾ ഉള്ള സ്ഥലത്ത് മുഴുവനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, അതായത് അന്വേഷണ ഏജൻസികൾ ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇവർക്ക് ഇറങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാകണം. അല്ലാതെ വെറുതെ ഒരു പുകമുറയിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുകയല്ല അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത്. അവിടെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഇവരുടെ. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഈ പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അപ്പം ഈ പറയുന്ന എല്ലാ BJP എന്ന് പറയുന്ന പാരമ്പര്യമായുള്ള പാർട്ടി, കോൺഗ്രസ് അങ്ങനെയൊരു പാർട്ടി, ബാക്കി പ്രാദേശികമായ പാർട്ടികൾ, അവരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊരു പാർട്ടിക്ക് അവർ അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ ED ഒക്കെ അത് നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല. രാഷ്ട്രീയമായി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഞാനിപ്പോൾ AAP-യെ പിന്തുണച്ച് സംസാരിക്കുന്നതല്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ജനശക്തി, RSS എന്ന് പറയുന്നു, അവർ ഭയങ്കരമായ ഗ്രാസ്
ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പണിയെടുക്കാൻ പണിയെടുക്കാൻ ആളുണ്ടായിട്ട് പോലും ഈ പറയുന്ന പോലെ AAP എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഇതുപോലെ ഉപരിവർഗത്തിൽ മാത്രമല്ല. പക്ഷെ അവർ പറഞ്ഞിരുന്ന അവർ ഏത് സമയത്താണ് വരുന്നത്? അണ്ണാ ഹസാരെയുടെ സമരമാർഗത്തിലൂടെ കടന്നു വന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പിന്നീട് വരുമ്പോൾ അതായത് അവർ സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം വരിക എന്ന് പറയുന്നത് അത് ഉചിതമായ കാര്യമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഉചിതമായ കാര്യമല്ലേ അത്? ഉചിതമായോ ചിതമായോ എന്നുള്ളത് ഈ അടുത്ത ഫെബ്രുവരി 5 ഇപ്പോൾ ഇലക്ഷൻ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് BJP എത്രത്തോളം കിണഞ്ഞു ശ്രമിക്കുന്നു അത് നമുക്ക് നല്ലവണ്ണം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. BJP ഈ പറയുന്ന ഹരിയാനയിൽ ഉണ്ടാക്കിയ മാറ്റം അത് ഇവിടേക്ക് എങ്ങനെയായിരിക്കും അവർ കൊണ്ടുവരുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. കാര്യം അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ, ചേരികൾക്കിടയിൽ ജനങ്ങൾ ആണ് അവിടെ ഡൽഹിയിൽ നിശ്ചയിക്കുന്നത്, ഉപരിവർഗം മാത്രമല്ല. അതായത് AAP എന്ന് പറയുന്ന പാർട്ടിയുടെ കെജ്രിവാളിന് തുല്യ ഒരു നേതാവ് കോൺഗ്രസിനോ BJPക്കോ അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, അത് സമ്മതിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് ഭരിച്ചു മുടിച്ചൊരു നാള് കോൺഗ്രസ് തന്നെയാണ് ഇത് നശിപ്പിച്ച് കുളം തോണ്ടിയത്. ഈ INDA മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പെരുമാറിയിരിക്കുന്നത്. ഹരിയാനയിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്ന് പാർട്ടി നടത്തിയ ഒരു വിശദീകരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അവിടുത്തെ നേതാക്കൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആ പഠനം നേരം നടത്താൻ പോലും പറ്റില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഡൽഹിയിൽ എന്താണ് ഹരിയാനയിൽ അവിടെ നമ്മുടെ നേതാക്കൾ ചെയ്തതെന്ന് ചോദിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോവുക ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ഹരിയാനയിൽ സംഭവിച്ച ഒരു അപജയം അവിടെ AAP ചേർന്ന് നിന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണം തിരിച്ചു കിട്ടുമായിരുന്നു. അവസാന നിമിഷമാണ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ AAP ഡൽഹിയിൽ നേടിയാൽ പഞ്ചാബും ഡൽഹിയും വീണ്ടും AAPയുടെ കയ്യിൽ വരും. പിന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്നത് വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് പ്രജിത നേരത്തെ പറഞ്ഞതുപോലെ BJP അദ്ദേഹത്തെ നോട്ടമിട്ടതും അവരീ പറഞ്ഞ പോലെയുള്ള ഈ ED അന്വേഷണവും. ഞാൻ ഒരു സത്യം പറയാം, അതൊക്കെ രാഷ്ട്രീയമായിട്ട് കളിക്കാൻ BJP ഇപ്പോൾ എത്ര കൊല്ലം കൊണ്ട് ഭരിക്കുന്നു. ഇപ്പോൾ ED ആയാലും അല്ലാത്ത അന്വേഷണ ഏജൻസി ആയാലും നീണ്ട 12 കൊല്ലം ഭരണത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിയന്ത്രിക്കുന്നവരാണ്. ഇപ്പോൾ ED ഇവിടെ അന്വേഷിച്ചല്ലോ, കൊടകര കുഴപ്പണ കേസ് ഉറവിടം കിട്ടാത്ത കേസ് എന്നല്ല ED പറഞ്ഞത്. BJP സുരേന്ദ്ര ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണവും അവിടെ എത്തുമ്പോൾ കണ്ടുപിടിക്കുകയും ഡൽഹിയിൽ എത്തുമ്പോൾ കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് അതൊരു നയപരമായ സമീപനമൊന്നുമല്ല. BJPയോട് ഈ പറയുന്ന പോലെ ഒരു ഹാർഡ് കോർ സമീപനം എനിക്കില്ല. അല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് ഹാർഡ് കോർ സമീപനമാണ് എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഹാർഡ് കോർ സമീപനമാകുന്നത്? അത് ഒരിക്കലും ഹാർഡ് കോർ സമീപനമല്ല. കാര്യങ്ങളായിട്ട് വസ്തുതകളായിട്ട് കാണണ്ടേ? അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ 20 സീറ്റ് മേൽക്കൈ നേടുന്നത് AAP ആയിരിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം അടിസ്ഥാനപരം. പക്ഷേ അവർക്ക് മുന്നിലുള്ള ഇത്തരം കാര്യങ്ങളെ വെറും ഒരു രാഷ്ട്രീയ ആരോപണമായി കൊണ്ട് മാത്രം നോക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാത്തിരുന്ന് കാണാനൊന്നുമില്ല. കാരണം ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, മേൽക്കൈ നേടുന്നത് AAP ആയിരിക്കും. AAP ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അവർക്ക് മുൻപിൽ വന്നു നിൽക്കുന്ന ഈ ആരോപണങ്ങളെ എപ്പോഴും ഇത്തരത്തിലുള്ള പാർട്ടികൾ നേരിടുന്നത്, അതായത് വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത്. വേട്ടയാടുന്നത് എതിർ പാർട്ടികൾ നിൽക്കുന്നിടത്ത് മുഴുവൻ വേട്ടയാടുകയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പറയുന്നത് ശരിയല്ലല്ലോ. അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മര്യാദയാണ്. പക്ഷെ അതല്ലാതെ ഇതെല്ലാ തരത്തിലും വേട്ടയാടുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും മേൽക്കൈ നേടുക എന്നുള്ളത് AAP തന്നെയായിരിക്കും. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു സ്പ്ലിറ്റ് എന്തായാലും ഉണ്ടാകും. ഇതിലിപ്പോൾ അവർക്ക് സീറ്റ് എത്ര നേടിയാലും അവർ വിജയിച്ച് ഭരണത്തിലേക്ക് വന്നാലും ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ശിഥിലമാവും. അതിനകത്ത് തന്നെ മറ്റൊരു മുന്നണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. NCP പോകും. പിന്നെ ഇന്ത്യ മുന്നണിക്ക് പറ്റുന്നത് സകല സ്ഥലത്തുനിന്നുമുള്ള ഈ സംബന്ധിച്ച് കോൺഗ്രസിലെ കേരളത്തിലെ ഒരു നേതാക്കൾ പോലും അവർക്ക് ഒരു ആശങ്കയുമില്ല ഡൽഹി കിട്ടുമോ ഇല്ല എന്ന്. കോൺഗ്രസിൽ ഒരു നേതാക്കൾക്ക് പോലും ആശങ്കയില്ല. കോൺഗ്രസ് 10 കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ഡൽഹി. കാരണം അവർക്കറിയാം ഈ 10 കൊല്ലത്തിൻ്റെത് ഇത്രയും നാളെടുത്താൽ അവർ ഡൽഹിക്കാരുടെ മനസ്സിൽ നിന്ന് പോകും. കോൺഗ്രസ് കാരണം ഒരു മുന്നണി, ഒരു ബദൽ മുന്നണി BJPക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് ആ മുന്നണിയെ ശിഥിലമാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അവിടെ ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു വരുമ്പോൾ മത്സരം നടക്കുന്ന ത്രികോണ പോരാട്ടം എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസും മോദിയും, അതായത് അരവിന്ദ് കെജ്രിവാളും മോദിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളും മോദിയും നേരിട്ടുള്ള മത്സരമാണ്. കോൺഗ്രസ് BJPയെ സഹായിക്കുന്നു ഇതിലൂടെ എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.